ഒരുപക്ഷെ മനോഹരമായിരിക്കുന്ന ഒരു വീട്ടിൽ ഇന്ന് താമസിക്കുന്നുവെങ്കിലും അനേക വട്ടം മരിച്ചാൽ മതി എന്നുള്ള ഹൃദയഭേദത്തിൽ കൂടെ കഴിഞ്ഞ നാളുകളെ ഒന്ന് ഓർത്തുകൊള്ളുവിന്. ജനിച്ച നാൾ മുതൽ, ഓർമ്മ വെച്ച നാൾ മുതൽ ദുഃഖങ്ങളും കണ്ണുനീരും നിലവിളിയുമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴും എന്താണ്, നാളെ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നുള്ള അറിവില്ലാതെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ജനിച്ചത് വഴി ജനിച്ചാൽ മരിക്കുമെന്നുള്ള വെറും മൂഢവിശ്വാസത്തോടു കൂടി നമ്മളൊക്കെ ഒടുങ്ങിപ്പോകുമ്പോൾ ഇതാ ദൈവം പറയുന്നു, കാര്യങ്ങൾ അങ്ങനെയല്ല, കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ പോവുകയാണ്. ഈ ഭൂമിയിലെ കഷ്ടങ്ങൾക്ക് അവസാനം നിങ്ങൾ വിചാരിക്കുകയാണ് എന്നും കണ്ണുനീരും നിലവിളിയും മാത്രമേ ഉള്ളൂ, മരിച്ചതിന് ശേഷം ഞങ്ങളങ്ങ് സ്വർഗത്തിൽ പോവുകയാണെന്നാണ് എല്ലാ ജാതി മതസ്ഥരുടെയും വിചാരം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. ഭൂമിയിലും കഷ്ടങ്ങള്, മരിക്കുമ്പോഴും ദുഃഖങ്ങള്, മരിച്ചതിന് ശേഷം ഇരട്ടി നരകാഗ്നിയിലേക്കാണ് നമ്മൾ ഒടുങ്ങിപ്പോകുന്നതെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്തോന്ന് പ്രയോജനം? അപ്പോൾ നിങ്ങൾ വിചാരിക്കും, പിന്നെ എന്തിനാണ് ദൈവം ഞങ്ങളെ സൃഷ്ടിച്ചത്? ഇങ്ങനെ ദുഃഖിപ്പാനും കണ്ണുനീരോടുകൂടെ നിലവിളിയോടുകൂടെ ജീവിപ്പാനാണോ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? ഇതാ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള രോദനങ്ങള്, ബുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങളെ പറ്റിയുള്ള വിചാരങ്ങള്, ദുർനടപ്പുകാരായിരിക്കുന്ന മക്കളെയും ഭർത്താക്കന്മാരെ പറ്റിയുള്ള വിചാരങ്ങള്, എല്ലാ മോഹഭംഗങ്ങളും ഇച്ഛാഭംഗങ്ങളുമായിട്ട് നമ്മുടെ ജീവിതം തകർന്നടിയുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ, ഇതിന്റെ എല്ലാം അവസാനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ വിചാരിക്കുന്നു ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നമ്മൾ എന്താണ് മരിക്കും, മരിച്ചതിന് ശേഷം ദൈവത്തോടു കൂടെ സ്വർഗത്തിലേക്ക് പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതും ഒരു മൂഢവിശ്വാസം മാത്രമാണ്. യഥാർത്ഥത്തിൽ അതല്ല സത്യം. ഈ ഭൂമി മുഴുവനും കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നതിന്റെ കാര്യം എന്താണ്? നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ദൈവമേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും എന്താണ് എന്റെ ജീവിതത്തിൽ ഈ ദുഃഖങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ ഭൂമിയിൽ കൊറോണ അയച്ചത് ആരാണ്? ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന ആരാണ്? ദൈവമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ യുദ്ധങ്ങളും ക്ഷാമങ്ങളും എല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ദൈവത്തിന്റെ കളികളാണ്. അയ്യോ, ഒരു ദൈവം സ്നേഹമാണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ലോകം മുഴുവൻ കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്നു, എന്റെ ജീവിതവും ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്നു. ഇതൊക്കെ ദൈവം തന്ന വിധിയാണെന്ന് നമ്മളിങ്ങ് വിചാരിക്കുകയാണ്. എനിക്കൊരു അമ്മയുണ്ടായിരുന്നു, ആത്മാരോഗ്യമായിരിക്കുന്ന, ദാരിദ്ര്യത്തിൽ കഴിയുന്ന എന്റെ ബാല്യകാലത്തില്. അമ്മയെ കഠിനമായിരിക്കുന്ന ദാരിദ്ര്യത്തിലും ആശുപത്രിയിൽ പോലും പോകാൻ 10 പൈസ ഇല്ലാതെ നിലവിളിക്കുമ്പോൾ എന്റെ അമ്മ പറയും, മോനെ ഇതെല്ലാം ദൈവം തന്ന വിധിയാണെന്ന്. എന്റെ അമ്മ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. ദൈവം തന്ന വിധി ഇതല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ എല്ലായിടത്തും കണ്ണുനീരും നിലവിളികളും ദുഃഖങ്ങളും യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഈ കാണുന്ന എല്ലാ ദുരവസ്ഥയ്ക്കും കാരണം ദൈവമല്ല, ദൈവം സ്നേഹമാണ്. നിങ്ങളുടെ അപ്പന്മാര് നിങ്ങളുടെ മക്കളായിരിക്കും നിങ്ങളുടെ കണ്ണുനീര് കണ്ടപ്പോൾ സന്തോഷിക്കുമോ? നിങ്ങൾ കുഞ്ഞുങ്ങൾ കണ്ണുനീരോടെ നിലവിളിയോടെ ജീവിക്കുന്നതിന്റെ അപ്പന്മാർക്ക് ഇഷ്ടമാണോ? അല്ല. മനുഷ്യനായിരിക്കുന്നതിന്റെ അപ്പം പോലും അവന്റെ കുഞ്ഞായിരിക്കുന്ന നീ സന്തോഷിക്കുന്ന ആഗ്രഹിക്കുന്നുവെങ്കിൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം നമ്മളെ ഓരോരുത്തരെയും എത്രമാത്രം സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ വ്യർത്ഥമായിരിക്കുന്ന ജീവിതത്തിലൂടെ കടന്നു പോകാനുള്ള കാരണം എന്തെന്നറിയാമോ? യേശുക്രിസ്തു ഒരിക്കലും ഒരു ഉപമ പറഞ്ഞു. എന്താണ് വിഷയം? നമ്മുടെ വിഷയം ദൈവമല്ല നമ്മുടെ കണ്ണുനീരിന്റെ ഉത്തരവാദി. ഒരപ്പന് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു. അവരെന്താണ് ബഹുസമ്പത്തുള്ളവരും കോടീശ്വരന്മാരുമായിരിക്കുന്ന രാജകുമാരന്മാരായിരുന്നു. എന്നാൽ അപ്പന്റെ 100 കണക്കിന് വേലക്കാരന്റെ ശുശ്രൂഷകളേറ്റ് ആ വീട്ടിൽ രാജകുമാരനെ പോലെ ജീവിച്ച ഇളയ മകൻ ഒരു ദിവസം അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് തരേണ്ടുന്ന വീതം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പൻ എന്ത് ചെയ്തു? ആ സ്വത്ത് വീതം വെച്ച് ഒരു ഭാഗം മകന് കൊടുത്തു. അവൻ ആ സ്വത്ത് വെച്ച് ആ പണവുമായിട്ട് ദൂരദേശത്തേക്ക് കടന്നു പോകുകയും വളരെ ദൂരദേശത്തേക്ക് കടന്നുപോയ മകന് ആ സമ്പത്ത് മുഴുവൻ അവിടെ വിറ്റഴിച്ച് അത് മുഴുവൻ ദുർനടപ്പാചരിച്ച് മദ്യപിച്ച് നശിപ്പിച്ച് അവൻ ദരിദ്രനായിട്ട് തീരുകയും അവനായിരിക്കുന്ന ദേശത്ത് കഠിനമായിരിക്കുന്ന ക്ഷാമമുണ്ടായിട്ട് ആ ദേശത്തില് അവരൊരു ജോലി അന്വേഷിക്കുമ്പോൾ അവരൊരു പന്നിയെ തീറ്റുന്ന വയലിൽ ജോലി കിട്ടി. ആ പന്നിയെ തീറ്റുന്ന വീട്ടിൽ അവൻ ജോലി ചെയ്യുമ്പോൾ തന്നെ അവനെന്താണ് പന്നി തിരുന്ന ഏറ്റവും ലേശകരമായിരിക്കുന്ന ഭക്ഷണം തിന്നുവാൻ കൊതിച്ചിട്ട് അതുപോലും അവന് കിട്ടിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നു. ഈ പുത്രന്, ഈ രാജകുമാരൻ ഇങ്ങനെ പന്നിഫാമിൽ കിടക്കേണ്ട ഗതികേട് വന്നതിന്റെ കാര്യം എന്താണ്? അവന്റെ അപ്പനാണോ? അല്ല. അവൻ അപ്പനെ വിട്ട് അവൻ ദൂരദേശത്തേക്ക് പോയത് വഴി, അവൻ ദുർനടപ്പ് ആചരിപ്പാൻ ആഗ്രഹിച്ചത് വഴി അപ്പന്റെ സന്നിധി വിട്ടുപോയത് കൊണ്ടില്ലേ അവൻ ഇന്ന് പന്നിക്കൂട്ടിൽ കിടക്കേണ്ടി വന്നത്. ആകിയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ വിശുദ്ധനായിരുന്നു, ദൈവത്തിന്റെ അതേ രൂപമുള്ളവനായിരുന്നു. എന്നാൽ അവൻ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞ് മുമ്പേ പറഞ്ഞ ആ രാജകുമാരൻ അപ്പനെ വിട്ട് ദൂരദേശത്തേക്ക് ദുർനടപ്പിന് പോയതുപോലെ മനുഷ്യൻ തന്റെ രക്ഷകനായിരിക്കുന്ന ദൈവത്തെ വിട്ട് ഈ ലോകത്തെ സാത്താനെ കൂട്ടുപിടിച്ചുകൊണ്ട് ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു. ആ അപ്പന്റെ മക്കളാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും. ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ സാത്താന്റെ സന്തതിയായിരിക്കുന്ന ആദം എന്ന് പറഞ്ഞ ഏക പുരുഷന്റെ രക്തത്തിലാണ് നമ്മൾ എല്ലാവരും പിറന്നത്. അതുകൊണ്ടാണ് നമ്മൾ കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് മരണവും മരണഭയവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഈ ലോകത്തെ കാണുന്ന എല്ലാ കാരണത്തിനും ഉത്തരവാദി നമ്മുടെ അപ്പനായിരിക്കുന്ന ആദം ചെയ്ത പാപത്താലായതുകൊണ്ടും ആ പാപത്താൽ ഈ സർവ്വലോകത്തിന്റെ അധികാരം സാത്താന്റെ കരങ്ങളിലേക്ക് വന്നതുകൊണ്ട് സാത്താന്റെ ഭരണമാണ് ഈ ഭൂമിയിൽ വാഴുന്നത്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ
കഷ്ടങ്ങളും പ്രയാസങ്ങളും. എന്നാൽ ആ കഷ്ടങ്ങൾ നമ്മളെ വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു ഒരിക്കലായിട്ട് ലോകത്തിലേക്ക് വന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ ആ ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഓരോരുത്തരെയും പാപഭാരം ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിലേക്ക് കടന്നു പോവുകയും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരെയും പാപഭാരം ചുമന്നുകൊണ്ട് ഗോൽഗോഥ മലമുകളില് രണ്ട് കള്ളന്മാരുടെ മധ്യേ മൂന്നാണിമേൽ നട്ടുച്ചവയിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മുഖം തുപ്പലേറ്റ് വികൃതമായിരിക്കുന്നു. അവന്റെ തലയിൽ ഒരു മുൾക്കിരീടം കാണുവാൻ കഴിയുന്നു. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ദൈവം അവന്റെ മേൽ കൊടുക്കുകയാണ്. നമ്മുടെ അതിക്രമത്തിന്റെ ശിക്ഷ പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ കോടതി അവന്റെ മേൽ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാപം ചുമത്തപ്പെട്ടത് വഴി നമ്മുടെ പാപമായിരിക്കുന്ന കഴുകുമരത്തില് അവൻ ക്രൂശിൽ തൂങ്ങിക്കിടന്ന് മരിക്കേണ്ടി വന്നു. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തേന്ന് നിലവിളിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് അവൻ സകല മനുഷ്യരുടെയും പാപപരിഹാര ബലിയായിട്ട് ക്രൂശിൽ മരിക്കുകയാണ്. അവൻ മരിച്ചപ്പോൾ സാത്താന്റെ അതിക്രമങ്ങളിൽ നിന്ന് അവൻ നമ്മളെ രക്ഷിക്കാൻ തക്കവണ്ണം സാത്താന്റെ അധികാരങ്ങളെ അവൻ തകർത്ത് കളഞ്ഞു. വാഴ്ചകളെ അധികാരങ്ങളെ സർവായുധ വർഗം വയ്പ്പിച്ച് അതിനുമേൽ ജയോത്സവം കൊണ്ടാടി അവനെ പരസ്യമായിരിക്കുന്ന കാഴ്ചയാക്കി വെച്ചു. അവൻ മരിച്ച് അടക്കപ്പെട്ടു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി നമ്മൾ ആദ്യം കേട്ട പാട്ട് പോലെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുവാൻ പോകുകയാണ്.